അപ്പം ഞാൻ തൂമ്പയും അതേപോലെ ഒരു ചെറിയൊരു കൊട്ടയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പുറകിൽ യൂറിയ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തിനാണ് ഞാൻ വന്നതെന്നറിയോ, നമുക്ക് ഈ ചേമ്പെന്ന് പറഞ്ഞു കേട്ടോ. ഇതാണ് ശരിക്കും പന്നിശല്യമൊക്കെ ഉള്ളതാട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ നിൽക്കുന്നത് ഭാഗ്യം, ഇത് പന്നി കണ്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമുക്കൊന്ന് പറിച്ച് നോക്കാം. അല്ലെങ്കിൽ ചിലപ്പം ഇന്ന് ഞാൻ പറിക്കാൻ എന്നിട്ട് പറിച്ചില്ലെങ്കിൽ നാളെ വന്നിട്ട് പന്നി, ഇന്ന് വൈകുന്നേരം വന്നിട്ട് രാത്രിക്ക് വന്നിട്ട് പന്നി പറിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് പറിച്ച് നോക്കാം കേട്ടോ. നമുക്ക് തൂമ്പയും കൊണ്ട് അതൊക്കെ പറിച്ച് നോക്കാം. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ നട്ടിട്ട് പിന്നെ പന്നിയൊക്കെ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ഭയങ്കര കഷ്ടമല്ലേ. പിന്നെ എന്തെങ്കിലും ഉണ്ടോയെന്ന് തന്നെ അറിയത്തില്ല, ഇനി കിഴങ്ങുണ്ടാകുമോയെന്നൊന്നും അറിയത്തില്ല. നമുക്ക് നോക്കാം. ഒന്നും കാണുന്നില്ലല്ലോ. അയ്യോ കഷ്ടമായോ, അജ്ജോ കഷ്ടമായോ. പറിച്ചു നോക്കട്ടെ വല്ലതും കിട്ടുമോന്ന്, നോക്കട്ടെ കിട്ടുമോന്ന്, എല്ലാതും കിട്ടുമോന്ന് നമുക്ക് നോക്കാലോ. അയ്യോ അയ്യേ കഷ്ടം ഇവിടേക്ക് ഉണ്ടല്ലോ. പക്ഷെ ഒരു വാക്കത്തെ എടുക്കാനില്ല. തൂമ്പ കൊണ്ട് തന്നെ കിഴങ്ങുള്ളൂ ഇതിന്. അപ്പോൾ ചേമ്പിന് കിഴങ്ങെന്നല്ല ചുറ്റി പറയുന്നത്, ചേമ്പും കണക്കെന്ന് പറയുക. കാരണന്മാരൊക്കെ പറയുന്നത് ചേമ്പും കണക്കെന്ന് അറിയാം, എന്താണെന്ന് എനിക്കറിയത്തില്ല. ചേമ്പും കണക്ക്. അപ്പോൾ നമുക്ക് കണക്ക് ചേമ്പും കണക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് അപ്പോൾ നോക്കാം കേട്ടോ. അതെ, ഒരു ചേമ്പും കണക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മുടെ കൊട്ടയിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഈ ചേമ്പത് കൊട്ടയിലേക്ക് ഇട്ടു. അപ്പം കൊട്ടയിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കിനിയുണ്ടോ നോക്കാം. ചേമ്പും കണക്ക് വേറെ ചേമ്പും കണക്കൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ചേമ്പിന് ഈ ഒരു ചേമ്പും കണക്കാണ് ഇവിടെ നമ്മൾ കണ്ടേക്കുന്നത്. അപ്പോൾ ഈ ചേമ്പിൻ്റെ തടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഈ ചേമ്പിൻ്റെ തട നമ്മൾ കളയാതെ നമ്മൾ അടുത്ത വർഷത്തേക്ക് സൂക്ഷിച്ച് വെക്കണം. ശരിക്കും പറഞ്ഞാൽ ചേമ്പിൽ ഉണ്ടാവുന്നുള്ളൂ കേട്ടോ. അതില്ലേ ചേമ്പിൻ്റെ കണക്ക്, ഈ കണക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സയൻസിലേക്ക് പോകാം. അപ്പോൾ നമുക്കിത് നട്ട് വെക്കാം. ഇപ്പം നട്ട് വെക്കണ്ട, നമുക്ക് ഇതിവിടെ ഇടാം. അടുത്ത വർഷത്തേക്ക് ഇതിങ്ങനെ ഈ ചേമ്പിൻ്റെ നമ്മൾ പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വർഷത്തേക്ക് നടാനുള്ളതാണ് കേട്ടോ. എന്തായാലും നമുക്കിവിടെ വന്നാലോ നമുക്കിതെന്തായാലും ഇങ്ങനെ കരികിലൊക്കെ കൂട്ടി ഇങ്ങനെ വെച്ചേക്കാം. എന്തായാലും നമ്മുടെ ഈ ചേമ്പിന് ഒരു കണക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ രണ്ടും ചേമ്പും കൂടെ ഉണ്ട്. അപ്പോൾ ഈ വലിയ ചേമ്പ് കണ്ടുകൊണ്ട് നിങ്ങൾ വിചാരിക്കണ്ട ഇതിന് കുറേ കണക്കുണ്ടാവുമെന്ന് വിചാരിക്കണ്ട. അതിന് 1-2 കണക്കുണ്ടാവുള്ളൂ കേട്ടോ. ചിലപ്പോൾ ചെറിയ ചേമ്പിനായിരിക്കും കുറേ കണക്കുണ്ടാവുക. നമുക്കെന്തായാലും പിന്നെ ഇടാം. ഈ ചേമ്പ് ഇത് ചെറിയൊരു ചേമ്പാട്ടോ. ഇത് നമുക്ക് പറിച്ച് നോക്കാം. ഇതിങ്ങനെ ഒടിഞ്ഞു നോക്കണം. അപ്പം നമുക്ക് തൂമ്പ എടുത്ത് ശരിക്ക് തിളച്ച് നോക്കാം കേട്ടോ. തിളച്ച് നോക്കാൻ നമുക്ക് ആയിരിക്കും തോന്നുന്നു. ഇതാ ഒരു കുഞ്ഞ് കണക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണക്ക് വേറെ ഉണ്ടോ? അപ്പോൾ ഇത് ശരിക്ക് ഈ വേരിങ്ങനെ വരുന്ന കാരണം ഇത് തടയാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൊറിയും. അപ്പോൾ അങ്ങനത്തെ തട നമ്മൾ കഴിക്കില്ല. അയ്യോ, തട കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൊറിയും. അപ്പോൾ ഇതൊരു കണക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണക്ക് വേറെ മുറിഞ്ഞു പോയി. അപ്പം നമുക്ക് ഇവിടെ ഇല്ല കേട്ടോ. അതിന് 2 കുഞ്ഞു കണക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് ബാക്കി കാര്യം ഇങ്ങോട്ട് ഇങ്ങനെ ഈ തട ഇങ്ങനെ അങ്ങോട്ട് വെച്ചേക്കാം. വെച്ചിട്ട് മണ്ണിട്ട് കൊടുത്തേക്കാം കേട്ടോ. ഇതിൻ്റെ കുറച്ച് നോക്കാം. ഇതിന് വെള്ളം ഉണ്ടോ നോക്കട്ടെ കേട്ടോ. നമുക്ക് ഈ ചേമ്പിനൊരു കണക്ക് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. വേറൊരു കണക്ക് നിൽക്കുന്നുണ്ട്. അത്രയും കണക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടെ നിന്ന് പറഞ്ഞാൽ ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നമുക്ക് തൂമ്പയും കൊണ്ട് തിളച്ച് നോക്കാം കേട്ടോ. അയ്യോ
തന്നിട്ടില്ലെന്ന് ചോദിക്കും. സാറില്ല, നമുക്കത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ചെറിയ ചേമ്പ് ഇങ്ങനെ കണക്കുണ്ടാവും കേട്ടോ. നമുക്ക് ഇവിടെ ഒരെണ്ണവും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. മോസ്റ്റ് ആയിട്ട് കണ്ടോ ഒരുത്തനും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. മൈക്ക് പറയൂ ജുവാന, കൊറേ എണ്ണം കിട്ടിയോ? ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി കിട്ടുമോ ജുവാന എവ്ലിൻ? ഇനി കിട്ടാൻ ചാൻസ് ഉണ്ടോ? കിട്ടാൻ ചാൻസ് കുറവാണ് അല്ലേ? അപ്പം നമുക്ക് ഇതിലൂടെ ഇവിടെ കുഴിച്ചിടാം. ആയിക്കോട്ടെ, ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറിക്കുള്ളതായി അല്ലേ? കറിക്കാണോ എടുക്കുന്നത് അല്ലെങ്കിൽ ചേമ്പ് പുഴുങ്ങിയതും കാന്തായി ചമ്മന്തിയാണോ? അയ്യോ അപ്പുക്കുട്ടന് ഓടി പോവാട്ടോ. അപ്പൂ ഞാനും കൂടെ പറഞ്ഞു നേരത്തെ ഓറിയായിരുന്നു പറഞ്ഞത്. അപ്പം നമ്മുടെ അപ്പുക്കുഞ്ഞാണിത് കേട്ടോ. അവൻ നല്ല എന്താ പറയുക ഇരയൊക്കെ പിടിക്കാൻ മിടുക്കനാണ്. എലിനെയൊക്കെ അവൻ പിടിക്കും. മിടുക്കും കുട്ടനാണ് ഇവൻ, എൻ്റെ അപ്പുക്കുഞ്ഞ്. അതാലോടാ. അപ്പോൾ നമുക്ക് ചേമ്പ് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഞാൻ അപ്പോൾ വേഗം പോയിട്ട് കറി വെക്കട്ടെ കേട്ടോ. എനിക്ക് ചേമ്പ് കറി ഭയങ്കര ഇഷ്ടമാണ്. ചേമ്പ് പുഴുങ്ങി കഴിക്കുകയും ചെയ്യും, ചേമ്പ് കറി വയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ എന്തായാലും ഉച്ചക്കത്തേക്ക് ഇത് കറി വയ്ക്കാൻ വേണ്ടി പോകാം കേട്ടോ. ഞാൻ പോയി കറി വെക്കട്ടെ. അപ്പോൾ ഞാൻ ചേമ്പ് കറി വെക്കുന്നുണ്ട്. അപ്പോൾ ചേമ്പ് കറി വെക്കുന്നവർ വേണമെങ്കിൽ എന്നോട് റിക്വസ്റ്റ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ചേമ്പ് കറി വെക്കുന്നത് മനസ്സിലാക്കാം കേട്ടോ. ചേമ്പ് കറി വെക്കട്ടെ.